ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഞാനിത് രണ്ട് മൂന്ന് ദിവസമായി ന്യൂസ് കണ്ടത് കൊണ്ട് എനിക്കൊന്ന് സംസാരിക്കണം തോന്നിയാണ്. ആക്ച്വലി നമ്മളെ ഈ കർണാടക ബോർഡറിൽ ലോറി ഡ്രൈവർ മണ്ണിനടി കുടുങ്ങിയിട്ട് ഇവിടെ കുറേ ദിവസമായി ഇതിന് എക്സ്കവേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ വായിച്ചത് ഏതൊരു രഞ്ജിത്ത് ഇസ്രയേലോ ഒന്നാണ്. അയാളെന്താ ഇസ്രയേലിൽ നിന്ന് വന്നത് എനിക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ പണ്ട് ബർലിൻ കുഞ്ചം പോകുന്നുണ്ട്. അതുപോലെ ഒരാൾ രഞ്ജിത്ത് ഇസ്രയേൽ, അതിനെക്കാട്ടുതലായപ്പോൾ നമ്മുടെ നാട്ടിലെ രഞ്ജിത്ത് വയനാട് നല്ല പേര് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി നല്ലതായിരുന്നു. അപ്പോൾ ഇനി അതല്ല ഞാൻ പറഞ്ഞത്, ഇത് ഇവർക്ക് ഇത്ര ദിവസമായിട്ട് ഒരു ഒരു യാതൊരു തരത്തിലുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇറ്റ് ഇസ് എ ഷെയിംഫുൾ ടു നമ്മുടെ ഈ ടെക്നോളജിയില്. ഇത് ശരിക്ക് ഇവരൊക്കെ എന്തുകൊണ്ട് പുതിയ ടെക്നോളജിയിൽ ഉപയോഗിച്ചുകൂടാ? ഇവരൊക്കെ കണ്ടുപിടിക്കുന്ന പോലെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ റിമോട്ട് സെൻസിങ് മെത്തേഡ്സ്, ജിയോ ടെക്നിക്കൽ, ജിയോ ഫിസിക്കൽ ടെക്നിക്സ്, ജിയോ ടെക്നിക്കലിൽ ഭയങ്കര ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഭയങ്കര ചേഞ്ചസ് ഉണ്ടായ സമയത്തല്ലേ നമ്മളെ ഈ ഓയിൽ ഡ്രില്ലിങ്ങെല്ലാം അണ്ടർ ദി സീ ചെയ്യുന്നത്. ആദ്യം ജിയോ ടെക്നിക്കൽ കമ്പനീസ് അതൊരു സെസ്മിക് സർവേ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഓയിൽ ഉണ്ടോ എന്ന് ഭൂമിക്കടിയിൽ കണ്ടെത്തുക. എത്രയോ അടി താഴെയുള്ള ഭൂമിക്കടിയിലുള്ള ഫോസിൽ ഫ്യൂവൽ കണ്ടെത്താൻ നമുക്ക് ഡീപ് സീയിൽ പോയിട്ട് നമ്മളെ ഈ ഫൂഗ്രോ പോലത്തെ കമ്പനികൾക്കെല്ലാം ചെയ്യാൻ പറ്റും. ഇത് ഒരു മണ്ണ് വീണിട്ട് 4 ദിവസം വീണിട്ടും പിന്നെ ഈ ആൾക്കാർ ഒരു ക്ലൂവും കിട്ടാത്തതിൽ എനിക്ക് ഇത് വല്ല അത്ഭുതം തോന്നുന്നു. കാരണം വെച്ചാൽ ഇവര് ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ അകത്തൊരു എക്സ്പെർട്ടല്ല. പക്ഷെ എന്നാലും എനിക്ക് സാധാരണ ഒരു ആൾക്കാർ ഈ ന്യൂസിങ്ങനെ ഇത്ര ദിവസമായി ഇവരിങ്ങനെ ടി വി ചാനൽ നോക്കുക വെച്ചാൽ മനുഷ്യന്റെ ഇമോഷൻസിനെ എങ്ങനെയൊക്കെ അവർ ക്യാപിറ്റലൈസ് ചെയ്യുന്ന അതാണ് നോക്കുന്നത്. സ്ലൈഡിംഗ് എന്ന് വെച്ചാൽ ലോകത്ത് എല്ലാ സ്ഥലത്തും നടക്കുന്ന സംഭവം തന്നെയാണ്. 2019 കേരളത്തിൽ വളരെ ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് കുറെ ആൾ മരിച്ചില്ല. നമുക്കറിയാം 2019 കുറെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. ഇത് ഇവര് ലാർജ് ഇപ്പൊ ഈ സെസ്മിക് സർവേ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാർജ് ഏരിയയിൽ പോയിട്ട് ഡ്രിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രിസിഷൻ ഡ്രില്ലിങ് ചെയ്യാൻ പറ്റും. അതാണ് ഈ നമ്മളെ ഈ ഓയിൽ ഫോസിൽ ഫ്യൂവൽ റിക്കവറി ചെയ്യുന്നതാണെന്നില്ലേ, അത് പ്രിസിഷനായിട്ട് അവർ 2 ദിവസം അത് ഡ്രിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെയാണ് അതിന്റെ ഫോസിൽ ഫ്യൂവൽ കിടക്കുന്നത്, അറിയാം. പിന്നെ അവിടെയാണ് ഈ ഡ്രില്ലിംഗ് കമ്പനി പോയി ഡ്രിൽ ചെയ്യുന്നത്. അതുപോലത്തെ ഒരു ടെക്നിക്ക് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നു. പിന്നെ ഇത് എന്തുകൊണ്ട് ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്ന വെച്ചാൽ ഈ ലാൻഡ് സ്ലൈഡിങ് മെയിൻലി ഇതിന്റെ ഗ്രാവിറ്റേഷൻ ഇതാണല്ലോ, നമ്മളെ ഈ ന്യൂട്ടൺ ലോ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. ഈ ഗ്രാവിറ്റേഷനിൽ വരുന്ന സമയത്ത് കുന്നിന്റെ മുകളിലുള്ള പാറയും ഇതെല്ലാം താഴെ ഉരുണ്ട് പോകുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? അപ്പോ ഇത് എല്ലാ സ്ഥലത്തും കടൽ തീരത്തും തീരപ്രദേശത്തും എല്ലാം സംഭവിക്കില്ലേ. താഴേക്ക് ഈ മണ്ണ്, പാറ, ജൈവവസ്തുക്കൾ എല്ലാം ഈ ഗുരുത്വാകർഷണത്തിന്റെ ശക്തിയിൽ അങ്ങനെ വളരെ ശക്തിയിൽ താഴോട്ട് വരില്ലേ ഇത്. അപ്പോ ഈ ഭൂരിഭാഗം ആളുകളെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത ഈ മണ്ണിടിച്ചിൽ എവിടെയാണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഗുരുത്വാകർഷണ പ്രവർത്തനമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന്റെ മെയിൻ ഈ കുന്നിന്റെ ചെരിവ്, സ്ഥിരത, യഥാർത്ഥ മണ്ണിടിച്ചിലും ഇതൊക്കെയാണ് ഒരു പക്ഷെ ഇതിന്റെ ട്രിഗർ ചെയ്യുന്നതിന് ചില ട്രിഗർ ആവശ്യമാണ്. ചില ട്രിഗർ ചെയ്യാന്ന് വെച്ചാൽ തീവ്രമായ മഴയുണ്ടായിരിക്കും, അതിന്റെ ഒരു ട്രിഗറാണ് ഇവർ പറയുന്നത്. പിന്നെ ഭൂഗർഭ ജലത്തിന്റെ വർധനവ്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. നമ്മളെ 2019 അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് കുറെ ഇതുണ്ടായിട്ടല്ലോ. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അതിന്റെ അടിയിലുള്ള ഇറിഗേഷൻ ചെയ്യുന്നത് കൊടുക്കും. അപ്പൊ മണ്ണിന്റെ അടിയിൽ വെള്ളം കുറെ പോകുന്ന സമയത്ത് ഇതിന്റെ അവശിഷ്ടങ്ങളുടെ ഒഴുക്ക് എന്ന് വെച്ചാൽ ഭയങ്കര വേഗതയിൽ വരും. അപ്പോ പാറകൾക്ക് ഷെയ്ക്ക് വന്നിട്ട് അത് പെട്ടെന്ന് അത് ലാൻഡ് സ്ലൈഡായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതിന് വേറൊരു കാരണം വെച്ചാൽ പണ്ട് കാലത്ത് എല്ലാവരും ഈ കുന്നിന്റെ താഴെ വാലിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവര് നഗരപരിധിയെല്ലാം വിട്ടിട്ട് കുന്നിന്റെ മുകളിലും താഴ്വരകളിലും കുന്നിൻ ചെരുവുകളിലും പുതിയ വീടുകളും അതെല്ലാം ഉണ്ടാക്കി ചേർത്താണ് വലിയ പ്രശ്നങ്ങളത്. അപ്പോൾ അതൊരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഈ ജിയോ ടെക്നിക്കൽ റിമോട്ട് സെൻസിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഈ ലാൻഡ് സ്ലൈഡിൽ അതിന്റെ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ 5 മീറ്റർ/സെക്കൻഡ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ട്രാജഡി ഉണ്ടാവുന്ന പറഞ്ഞു. അപ്പോൾ ഇതിന്റെ മെയിൻ കാരണം ആൾക്കാർ മരിക്കുന്നത് വെച്ചാൽ ഈ ട്രോമ, ഹെഡ് ഇഞ്ചുറി, വൈറ്റൽ ഓർഗൻസ് ഒക്കെ അതിനുള്ളിലായിട്ട് മരിച്ചു ആൾക്കാർ. പിന്നെ മെക്കാനിക്കൽ ഈ ശ്വാസം മുട്ടിയിട്ടുള്ള ഫിക്സേഷൻ എന്ന് പറയുന്നത്, അതൊക്കെയാണ് 2 കാരണങ്ങൾ പറയുന്നത്. പക്ഷെ എന്തായാലും ഇതൊരു എവിടെ എത്താത്തൊരു തരത്തിലുള്ള അന്വേഷണം പോലെ തോന്നുന്നു. എനിവേ ഐ വിഷ് ഓൾ ദ വോളണ്ടറി വർക്കേഴ്സ് all the best wishes from my side, and I hope some good news will turn out soon.